നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിയ ഗ്രീസ് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. വിപണിയിൽ ശ്രദ്ധേയമായ ഒരു തിരിച്ചുവരവാണ് ഇതിനെ തുടർന്ന് ഉണ്ടായത്. 8650 ലെവലിലേക്ക് നിഫ്റ്റി വീണ്ടും എത്തി. നിരവധി റിസൾട്ടുകളും ഈ വാരം പുറത്തുവന്നു. കൂടുതൽ റിസൾട്ടുകൾ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നുമുണ്ട്. എങ്കിലും പൊതുവെ വിപണിയിൽ ഒരു നിക്ഷേപ താൽപര്യം വീണ്ടും ദൃശ്യമായ ഒരു സാഹചര്യമാണ് വാരാന്ത്യത്തോടടുക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മാർക്കറ്റ് വാച്ചിൽ ഹെഡ്ജ് ഗ്രീസിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, 8650 ലെവലിലേക്ക് തന്നെ നിഫ്റ്റി തിരിച്ചെത്തിയിരിക്കുന്നു. വീണ്ടും വിപണിയിൽ കൂടുതൽ പ്രതീക്ഷകൾ വരുന്ന സാഹചര്യത്തിലേക്കാണ്. ഇനി നിരവധി റിസൾട്ടുകൾ വരാനുണ്ട്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. കാരണം വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവ് നമ്മൾ കണ്ടു. 8650 മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുന്നു. ഫർദർ മാർക്കറ്റിന് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില ട്രിഗേഴ്സ് ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്ലോബലി നെഗറ്റീവ് ഒന്നും നിലനിൽക്കുന്നില്ലെങ്കിലും ഗ്രീസും ചൈനയൊക്കെ തന്നെ പ്രതിസന്ധി ഒരു പരിധി വരെ തരണം ചെയ്യാൻ സാധിച്ചു. ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ റൈഡ് ഉണ്ടായി. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ ഇവിടെയും കണ്ടു. എന്നാൽ ഇനി ഈ കറണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റിന് ഒരു മൂവ് ലഭിക്കണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില ട്രിഗേഴ്സ് ആവശ്യമാണ്. അത് പ്രത്യേകിച്ചും റിസൾട്ട് സീസൺ. അപ്പോൾ റിസൾട്ട് പ്രതീക്ഷിച്ച അത്ര വലിയ റിസൾട്ടുകളല്ല അനൗൺസ് ചെയ്യുന്നത്. നമ്മൾ വന്ന റിസൾട്ടുകൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ഇതുവരെ വന്ന കുറച്ച് റിസൾട്ടുകളെ വന്നിട്ടുള്ളൂ. അതിന് അനുസരിച്ച് ഉയരാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മൺസൂണിനെ കുറിച്ചുള്ള കൺസേൺ, അതുപോലെ മൺസൂൺ സീസൺ, പാർലമെൻറ്റ് സീസൺ തുടങ്ങുന്നു. ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ ഈ മാസം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഘടകങ്ങളാണ്. നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച്, അതല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോകുന്നതായിരിക്കും ഫോർ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലത്. മറ്റൊരു പ്രധാനപ്പെട്ട ആഗോള കാര്യം ഈ വാരം നടന്നത് ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കുവാൻ വൻശക്തികൾ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ക്രൂഡ് വിപണിയിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വീണ്ടും ക്രൂഡ് ഓയിൽ വില താഴാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മറ്റേതൊക്കെ തലത്തിലായിരിക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകും? ഇമ്മീഡിയറ്റ് നമ്മളെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ ഉണ്ടായിരിക്കുന്ന ഫോൾ തന്നെയാണ്. അതിന് 4th ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഇറാൻ. അത് കാനഡയെ മറികടന്ന് എനിക്ക് തോന്നുന്നു കുറേ റിസർവ് അവർ എടുത്തിപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ സാങ്ഷൻസ് ഉള്ളതുകൊണ്ട് അത് മറികടക്കാൻ സാധിച്ചു. എനിക്ക് 3rd ലാർജസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് വരുന്നു. അത് നമ്മളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ നല്ലതാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ലതാണ്. രണ്ടാമതായി വലിയൊരു മാർക്കറ്റ് തുറന്നു കിട്ടുകയാണ്. ഇത്രയേറെ സാങ്ഷൻസ് ഉണ്ടായിട്ടും ആ രാജ്യം പിടിച്ചു നിന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണേണ്ടതാണ്. അപ്പോൾ അത് തുറന്നു കിട്ടുമ്പോൾ ഫാർമ സെക്ടറിന് വളരെയധികം, FMCG സെക്ടറിന് എനിക്ക് തോന്നുന്നു വലിയൊരു സ്കോപ്പ്, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ഫാർമ കമ്പനികളെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവാണ്. പിന്നെ ഏക ബാങ്ക് ഓഫ് ബറോഡയാണ് ഈ ഇറാനുമായിട്ട് ഡയറക്റ്റ് ഡീലുള്ളത്. ആ ബാങ്കിനെ മൂവ് സ്റ്റാർട്ട് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ലോങ് റണ്ണിൽ ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. റിലയൻസ് ഫോർ ടൈം ബീയിങ് ഇപ്പോൾ അവരുമായിട്ട് റിലേഷൻ ഇല്ലെങ്കിലും ഫ്യൂച്ചറിൽ റിലയൻസിനെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റാലീസ് പോലെയുള്ള കമ്പനികളെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവായിരിക്കാം. റൈസ് എക്സ്പോർട്ടിംഗ് പോലെയുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവ് തന്നെയാണ് എല്ലാ ആംഗിളിലും. ഒന്ന് ഫാർമ, അതല്ലെങ്കിൽ ഡയറക്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് കൂടാം. വലിയൊരു മാർക്കറ്റ് കൂടെ തുറന്നു കിട്ടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവ് തന്നെ. ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവ് തന്നെയാണ്. കാരണം ഇറാനെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. കൂടുതൽ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും 80% ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവ് തന്നെയാണ്. ചെറിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വാരമാകാം എന്നൊരു നിർദ്ദേശമാണ് താങ്കൾ നൽകിയത്. ടെക്നിക്കലി എങ്ങനെയാണ് കാണാൻ മാർക്കറ്റിൽ? ടെക്നിക്കലി 8650 എന്ന് പറയുന്ന ക്രൂഷ്യൽ ലെവൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റിന് ഫർദർ മൂവ് ചെയ്യണമെങ്കിൽ വളരെ പോസിറ്റീവായ ട്രിഗേഴ്സ് ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വലിയൊരു റൈഡ് നമ്മൾ കണ്ടു. കാരണം 8250, 300 ലെവലിൽ നിന്നാണ് ഈ റൈഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റോക്കിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ടും FIs വളരെ ആക്റ്റീവാണ്. ഈ വീക്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലും FIs വളരെ ആക്റ്റീവ് ബൈയിങ് മോഡിലേക്ക് വന്നിരുന്നു. അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. ഡൊമസ്റ്റിക് അത്രത്തോളം ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടില്ല. ഒരു മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് 8650യും 8400 റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. ഞാൻ പറഞ്ഞു ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഗ്ലോബൽ ആയിട്ടുള്ള ന്യൂസ്, അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചാലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരികയാണെങ്കിൽ മാത്രമേ ഈ 2 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 250
പോയിന്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതല്ല 8650 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ 8800 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്ക് ആ ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ട്രിഗർ വരികയാണെങ്കിൽ മാത്രമേ 8800 എന്നുള്ള ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുള്ളൂ. കാരണം ഇൻവെസ്റ്റേഴ്സ് ചെറിയ രീതിയിലെങ്കിലും ഒരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കുന്നല്ലോ. ഈ മൈക്രോ ആസ്പെക്റ്റിലൊക്കെ തന്നെ വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന ആക്ഷൻസ് ആണെങ്കിലും ചെറിയ റിസൾട്ടുകൾ ആ രീതിയിൽ വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. ലോങ് റണ്ണിൽ ഇന്ത്യൻ മാർക്കറ്റ് പുതിയ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകുമെങ്കിലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ച് സ്ട്രെച്ച്ഡ് ആണ്. അതുകൊണ്ട് കുറച്ചൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യത്തെ മെയിൽ ശ്രീ സുധീറിൻ്റെതാണ്. അദ്ദേഹം ദുബായിൽ നിന്നുള്ള മെയിലാണ്. അദ്ദേഹത്തിന് പോർട്ട്ഫോളിയോ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വേണം എന്നാണ് സുധീർ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് കൈവശമുള്ള സ്റ്റോക്കുകൾ സൺഫാർമ, അദാനി എന്റർപ്രൈസസ്, ആക്സിസ് ബാങ്ക്, കാഡില ഹെൽത്ത്, സിപ്ല, ഐഷർ, ICICI, കജാരിയ, മദർസൺ സുമിൽ, പേജ് ഇൻഡസ്ട്രീസ്. എല്ലാ സ്റ്റോക്കുകളും വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഇദ്ദേഹത്തിൻ്റെ സെലക്ഷൻ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെലക്ഷനാണ്. ഇതുകൂടാതെ ഇതിലേതെങ്കിലും സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്കിൽ ഒന്നും അവോയ്ഡ് ചെയ്യേണ്ട, ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഇതിൽ അദാനിയൊക്കെയാണ്. ഇപ്പോൾ അദാനിയെ സംബന്ധിച്ച് മൈനിങ് മാത്രമായി കമ്പനി ചുരുങ്ങി. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അത് മാത്രമേ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ സാധിക്കൂ. പക്ഷേ അതിൻ്റെ വാല്യുവേഷൻ ഫെയർ ആണ്. ഇതിൽ സൺഫാർമ ഇപ്പോൾ CLSA അവരെ അപ്ഗ്രേഡ് ചെയ്തു 1050 എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ഉയർത്തിയത്. നമ്മൾ ഫ്രൈഡേ ഒക്കെ ഒരു മൊമെൻറ്റം വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം കണ്ടു. റാൻബാക്സിയുള്ള മെർജറിന് ശേഷം അതിൻ്റെ റിസൾട്ട് മോശമായി. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ കണ്ടിരുന്നു. 1050 എന്നാണ് ഈ സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സൺഫാർമയിൽ വന്നിരുന്നു. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഒരു ഫാർമ സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂയിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. അതുകൊണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്കൊന്ന് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുന്ന ഒന്നായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് വീക്കൊക്കെ നമ്മൾ ലാസ്റ്റ് 1 മന്തായിട്ട് സൺഫാർമിൽ ബൈ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നതാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ഇപ്പോൾ എനിക്കൊന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും ആക്റ്റീവായി തുടങ്ങി. കാരണം മാർക്കറ്റ് വീണ്ടും പുതിയ ഒരു ഹൈയിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ആക്റ്റീവ് ആകും. അപ്പോൾ വാല്യൂ പിക്ക് എന്നുള്ള രീതിയിൽ എപ്പോഴും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. നമുക്കറിയാം സൺഫാർമയൊക്കെ 820 ലെവലിലേക്ക് ലാസ്റ്റ് 1 മന്ത് ബാക്ക് കറക്റ്റ് ചെയ്ത് വന്നതാണ്. അതിനുശേഷം വന്നിരിക്കുന്ന റൈഡാണ്. പക്ഷേ ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു കോഷ്യസ് അപ്രോച്ച് കൊടുക്കുക. എഗൈൻ 900 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലാണ്. 900 തന്നെ മാർക്കറ്റിൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എഗൈൻ ഒരു കറക്ഷൻ സംഭവിക്കാം. അത് വീണ്ടും പഴയ ലോവർ ലെവലിലേക്ക് 821 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. ഓരോ കറക്ഷൻ വരുമ്പോൾ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്കാണ്. 1004 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 1004ലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ദെൻ അദാനി എൻ്റർപ്രൈസസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ വാല്യുവേഷൻ ഫെയർ ആണ്. അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡീമർജറിങ് നടന്നു. 84 and 70 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 70 ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കുറവാണ്. 84 ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ അദ്ദേഹം വീണ്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആക്സിസ് ബാങ്ക് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ബാങ്കാണ്. 560 and 500. നമുക്കറിയാം ഈ സ്റ്റോക്ക് വീണ്ടും 500, 520 ലെവലിലേക്ക് വന്നതിന് ശേഷമാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവി സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. വീണ്ടും ആക്സിസ് ബാങ്ക് പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബാങ്കാണ്. ഈ സ്റ്റോക്കിലൊക്കെ തന്നെ കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. നോർമലി ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ 600 ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടി അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആക്സിസ് ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ വാല്യുവേഷൻ ഫെയർ ആകുമ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ന്യൂസുകളെല്ലാം തന്നെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ 560 and 500 വളരെ ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ എഗെയിൻ 500 ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് ഈ സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 560 ആണ്. നോർമലി ഈ 560 ലെവലിൽ ഒരു മാർക്കറ്റിൽ ഒരു നോർമൽ എഗെയിൻ 8400, 300 ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് അഗൈൻ 560 വരാം. ആ ലെവലിൽ നിന്ന് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 650 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ എനിക്ക് തോന്നുന്നു ഇത് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് ടൈം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് കാഡിലയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം.
അടുത്തൊരു കറക്ഷനോട് കൂടി 1900 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാം. ദെൻ 1720 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 2240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സിപ്ല വാല്യുവേഷൻ ഫെയർ വാല്യൂ ആണ്. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. വളരെ ഷാർപ്പായുള്ള ഒരു അപ്പ് മൂവി സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. അതുകൊണ്ട് 680, 80, 90 എന്ന് പറയുന്ന ലെവൽ ഒരു മൈനർ റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 750 ലെവൽ വരെ പോകാം. ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് ലെവലിൽ അഡ്വൈസബിൾ അല്ല. എഗെയിൻ 600 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് സിപ്ല പരിഗണിക്കാം. ദെൻ ഐഷർ മോട്ടോഴ്സ് ആണ്. വൺ സൈഡ് റാലിയാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ബുള്ളറ്റ് തന്നെയാണ്. 6 മന്ത്സ് ഇപ്പോഴും ബുക്കിംഗ് ആണ്. പുതിയ ബുള്ളറ്റ് ഇറക്കുന്നു, പുതിയ മോഡലിൽ ഇറക്കുന്നു. ഇതൊക്കെ തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇത് നമുക്കൊരു ടെക്നിക്കലി ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഈ സ്റ്റോക്ക് ഒരു വൺ സൈഡ് റാലിയാണ്. പക്ഷേ ഇനിയും റൈഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് 19,400 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട് ലെവൽ. ദെൻ 16,800. അപ്പോൾ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 22,700 ആണ് ഒരു മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. പക്ഷേ ഈ ടാർഗറ്റൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വൺ സൈഡ് റാലിയാണ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ICICI ബാങ്ക് വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ഇപ്പോഴത്തെ റീസെൻറ്റ് റൈഡിൽ പോലും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അപ്പോൾ 300 ലെവലിലേക്ക് എഗെയിൻ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ 280, 300 ആൻഡ് 280. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന കറക്ഷൻ 280 വന്നിരുന്നു. അതിനുശേഷം വീണ്ടും 320 ലെവൽ പോയി. വീണ്ടും 300 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് വന്നിരുന്നു. ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എഗെയിൻ ഇമ്മീഡിയറ്റ് ഈ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 300 ആണ്. മേജർ നെഗറ്റീവ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ 280. റിസൾട്ട് സീസണാണ്, റിസൾട്ട് വരുന്നു. അപ്പോൾ റിസൾട്ട് കൂടി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. 340 ആണ് ICICI ബാങ്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ്. ദെൻ കജാരിയ സിമൻറ്റ്സ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, ഫെയർ വാല്യൂവിലാണ്. ഈ സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഈവൻ കറണ്ട് ലെവൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 720 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. 720 ബ്രേക്ക് ആണെങ്കിൽ 650. രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും കജാരിയ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. 870 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ദെൻ പേജ് ഇൻഡസ്ട്രീസ് ആണ്. സ്റ്റോക്കും വൺ സൈഡ് റാലിയാണ്. അപ്പോൾ നമുക്കൊരു വാല്യുവേഷൻ പരിഗണിക്കുകയാണെങ്കിൽ 13,500 ലെവൽ ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ടാണ്. ഒരിക്കലും ടെക്നിക്കലി ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാറില്ല. വൺ സൈഡ് റാലിയാണ്. വീണ്ടും അപ്പ് സൈഡ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 12,400 ആണ് ഈ സ്റ്റോക്കിൽ സെക്കൻഡ് സപ്പോർട്ട്. ദെൻ 17,000 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഐഷർ അതുപോലെ തന്നെ പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതൊക്കെ ഒരു വൺ സൈഡ് സ്റ്റോറിയാണ്. കണ്ടിന്യൂസ് അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. മാർക്കറ്റിൽ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ദെൻ മദേഴ്സ് ആൻഡ് സുമിയാണ്. വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. 480, 490 ആ ലെവൽ വളരെ ക്രൂഷ്യൽ ലെവലാണ്. 480 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഡൗൺ സൈഡ്, അത് 440 ലെവലിലേക്ക് പോകാം. പക്ഷേ ഈ രണ്ട് ലെവൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ലെവലാണ്. ഈവൻ കറണ്ട് ലെവലിൽ നിന്ന് പോലും ഒരു റൈഡ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുകയാണെങ്കിൽ ഒന്ന് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. കാരണം 8,650ക്ക് മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്താൽ അനദർ ഒരു 200 അല്ലെങ്കിൽ 150 പോയിൻറ്റ്സിൻ്റെ റൈഡ് സംഭവിക്കാം. അതിൽ മദേഴ്സ് ആൻഡ് സുമിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ഈ 480 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 40 റുപ്പീസിൻ്റെ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാം. പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് മാത്രമേ ഈ സെൽ ഓഫ് വരികയാണെങ്കിൽ തന്നെ സംഭവിക്കുള്ളൂ. പക്ഷേ ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്ക് വളരെ സൗണ്ടാണ്. അതുകൊണ്ട് ഓരോ സ്റ്റേജും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഞാൻ ഈ പറഞ്ഞ ലെവലിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും അദ്ദേഹം ഒന്നുകൂടി ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. സുധീർ കൂടുതൽ മെച്ചപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് പുതുതായി ചേർക്കേണ്ട സ്റ്റോക്കുകളെ കുറിച്ച് അതിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കൂടുതൽ സജഷൻസ് പൊതുവെ എല്ലാവർക്കും താല്പര്യമുണ്ട്, പ്രത്യേകിച്ചും മാർക്കറ്റ് ഈ ലെവലിൽ നിൽക്കുമ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് പൊതുവെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പോഴത്തെ രീതിയിൽ അഭിലാഷ് റിസ്ക് എടുക്കാൻ പറ്റുന്ന ഷെയർക്ക് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ ആണ്. കാരണം മാർക്കറ്റ് ഒരു ക്രൂഷ്യൽ ലെവലിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നമുക്കറിയാം വലിയൊരു കറക്ഷന് ശേഷം വളരെ നല്ല സ്ട്രോങ് റെക്കമെൻഡേഷൻസ് നിഫ്റ്റി ലെവലൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള
ചെറിയ റിസ്ക്കിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ചും റിസൾട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാതെ ഒരു 1 to 2 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ ഈ സ്റ്റോക്കുകൾ കറണ്ട് ലെവൽ പരിഗണിക്കാം. ദെൻ സെക്കൻഡ് ഒരു കറക്ഷൻ സംഭവിക്കുകയാണ് സെക്കൻഡ് സ്റ്റേജ്. 2 സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇദ്ദേഹത്തിനും പരിഗണിക്കാം, മറ്റ് നിക്ഷേപകർക്കൊക്കെ തന്നെ പരിഗണിക്കാവുന്ന കുറച്ച് സ്റ്റോക്കാണ്. ഇതിലാദ്യം കോട്ടക് മഹീന്ദ്ര ബാങ്കാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബാങ്കാണ്. വളരെ നല്ല ബിസിനസ് മോഡൽ, നല്ല മാനേജ്മെൻറ്റ്. ഈവൻ കറണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അദ്ദേഹം ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ഞാനൊരു ലെവൽ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ ഈ സ്റ്റോക്കിൽ റൈഡ് സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ മൊമെൻറ്റം ഈ സ്റ്റോക്കിലൊക്കെ തന്നെ പോസിറ്റീവാണ്. വീണ്ടും കറക്ഷൻ സംഭവിച്ചാൽ ആ സ്റ്റോക്ക് വീണ്ടും ആഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അതിലാദ്യമായിട്ട് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ദെൻ ഇന്ത്യ ബുൾ ഫിനാൻസ് ആണ്. ഈ സ്റ്റോക്കും വളരെ നല്ല വാല്യുവേഷനിലാണ്, ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇന്ത്യ ബുൾ ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ഡാബർ 4th ലാർജസ്റ്റ് FMCG കമ്പനിയാണ്. വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂവിലാണ്, പക്ഷേ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ദെൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇമാമി ടാൽക്കം പൗഡർ, സ്കിൻ കെയർ, ലോഷൻസിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ് ഇമാമി. വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് ഇമാമി മൂവ് ചെയ്യുന്നത്. ദെൻ നേരത്തെ ഡിസ്കസ് ചെയ്ത മദേഴ്സ് ആൻഡ് സുമി വളരെ നല്ല വാല്യുവേഷൻ, ഒരു ബ്രേക്ക് ഔട്ടിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജ് ഒരു ഗ്ലോബൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്, പക്ഷേ വീണ്ടും അപ്സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. വീണ്ടും എനിക്ക് തോന്നുന്നു മാർക്കറ്റ് വാച്ചിന് ഒരു 6 മാസം മുമ്പൊക്കെ തന്നെ ഈ സ്റ്റോക്ക് വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തു. അതിനുശേഷം തന്നെ വളരെ ഷാർപ്പായുള്ള റൈഡ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. ഇപ്പോഴും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ചില കറക്ഷൻ സംഭവിക്കാം, പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഭാരത് ഫോർജ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അടുത്തത് മാക്സ് ആണ്. ഹെൽത്ത് കെയർ, ലൈഫ് ഇൻഷുറൻസ്, ക്ലിനിക്കൽ റിസർച്ച് ഈ മേഖലയിലൊക്കെ തന്നെ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന കമ്പനിയാണ്. വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂയിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അധികം അത്രത്തോളം ആരും കൺസിഡർ ചെയ്യാത്തൊരു സ്റ്റോക്കാണ്, പക്ഷേ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ABB നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ്. ABB ഇൻവെസ്റ്റ്മെൻറ്റിന് അടുത്തൊരു മൾട്ടി ബാഗർ ആകാനുള്ള സാധ്യത പോലുമുള്ള സ്റ്റോക്കാണ്. ABB ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അടുത്തത് കാനറ ബാങ്ക് ആണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബാങ്കാണ്. ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനാണ്. വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് കാനറ ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ കോൾ ഇന്ത്യ വലിയൊരു റൈഡ് സംഭവിച്ചു. കോൾ ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് അതിൽ കോട്ടക് മഹീന്ദ്ര, ഇന്ത്യ ബുൾ ഫിനാൻസ്, അതുപോലെ തന്നെ ഡാബർ, ഇമാമി, മദേഴ്സ് ആൻഡ് സുമി ഇങ്ങനെ ഈ സ്റ്റോക്കൊക്കെ തന്നെ പുതിയൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഒന്ന് കറണ്ട് ലെവൽ ഇപ്പോഴത്തെ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ഒന്ന് കറണ്ട് ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഈ സ്റ്റോക്കൊക്കെ തന്നെ ഫ്രണ്ട് റൺ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു കറക്ഷൻ, മാർക്കറ്റ് ഒരു ക്രൂഷ്യൽ ലെവൽ ക്ലോസിംഗ് വന്നിരിക്കുന്നു. അപ്പോൾ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ സംഭവിക്കുക. 2 സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വാച്ചിന് ഇലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് ഗ്രീസിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ N. ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.